ഇറാനുമായുള്ള രണ്ടാം വട്ട ആണവ ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുന്നതിനിടെ മധ്യേഷ്യയിൽ വൻതോതിലുള്ള സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് അമേരിക്ക. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 50-ലധികം അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. മേഖലയിൽ നിലവിലുള്ള യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നതാണ് യുഎസിന്റെ പുതിയ നീക്കം. F-35, F-15, F-16 എന്നീ അത്യാധുനിക വിഭാഗങ്ങളിൽപ്പെട്ട 50-ലധികം വിമാനങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിന്യസിക്കപ്പെട്ടത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏതു നീക്കത്തെയും പ്രതിരോധിക്കാനും മേഖലയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ നടപടിയെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ പശ്ചിമേഷ്യയിലുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനു പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിനോടും മേഖലയിലേക്ക് തിരിക്കാൻ അമേരിക്ക ഉത്തരവിട്ടിട്ടുണ്ട്. ഇതോടെ മേഖലയിലെ അമേരിക്കൻ നാവികശക്തി ഇരട്ടിയാകും. സൈനിക നീക്കങ്ങൾക്കിടയിലും ജനീവയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സ്വിറ്റ്സർലാൻഡ് വിദേശകാര്യമന്ത്രി ഇഗ്നാസിയോ കാസിസ് മധ്യസ്ഥത വഹിച്ച ചർച്ചയിൽ ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി അബ്ബാസ് അരാക്ചിയും US ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചർച്ചകൾ ഗുണപരമായിരുന്നുവെന്ന് ഇരുവിഭാഗവും വിലയിരുത്തി. ആണവ കരാറുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളിൽ വിശദമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഇറാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ചർച്ചകൾ തുടരുമ്പോഴും അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. തങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക വിന്യാസത്തെ ഭയക്കുന്നില്ല എന്നും ഇറാൻ പ്രഖ്യാപിച്ചു. ഒരേ സമയം നയതന്ത്ര ചർച്ചകളും വൻതോതിലുള്ള സൈനിക നീക്കങ്ങളും നടക്കുന്നത് പശ്ചിമേഷ്യയെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നയിക്കുന്നത്. വരും ആഴ്ചകളിൽ ഇറാൻ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ സമാധാന ശ്രമങ്ങളിൽ നിർണായകമാകും.